നിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നു പ്രഷർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം. കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുവാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഞാൻ പതിവുപോലെ പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. വിശ്വസിക്കുന്ന നിങ്ങൾ ആ പറഞ്ഞ പ്രവചന ദൂതിൻ്റെ നിവർത്തീകരണം അനുഭവിക്കും. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുന്നവർ പ്രാർത്ഥനയോടെ കൂടെ കൂടിക്കോ. സമയം കടന്ന് പോയിട്ടില്ല. ഒരു സഹോദരി പ്രഷർ ഫാമിലിയിലേക്ക് വിളിച്ച് തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറേ നാളുകളായി പ്രാർത്ഥിക്കുന്നു. ഏകദേശം ഒരു 7-8 മാസം വരും. പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുറേ ദിവസമായപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സഹോദരിയുടെ അവസാനത്തെ പ്രതീക്ഷ ഞങ്ങളായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, വിവാഹം നടക്കുന്നില്ല. 33 വയസ്സായി. ആ സമയം കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ സംസാരമൊക്കെ മാറി തുടങ്ങി. ഒരു സ്പിരിച്വൽ ലെവൽ സംസാരമൊക്കെ ആയി തുടങ്ങി. എന്താ പറയുക, തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്, അവരുടെ മക്കളെക്കുറിച്ച്, അവരുടെ ഭാവിക്ക് വേണ്ടി ഈ സഹോദരിയിലൂടെ ദൈവം ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. തൻ്റെ വിവാഹം നടന്നിട്ടില്ല, അതിനുവേണ്ടിയാണ് പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. അതേക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. ഇത് പറയുമ്പോഴും ഞങ്ങൾക്കറിയാം, ഉള്ളം കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. തൻ്റെ വിവാഹം നടന്നിട്ടില്ല, തനിക്ക് മക്കൾ വേണം, അവരെക്കുറിച്ച് താൻ കണ്ട സ്വപ്നങ്ങളൊക്കെ തൻ്റെ സഹോദരങ്ങളിൽ നിവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ 33 വയസ്സായിട്ടും പുള്ളിക്കാരിക്ക് ജോലിയുണ്ട് കേട്ടോ, വിദേശത്താണ്. സഹോദരിമാരുടെ കാര്യങ്ങളൊക്കെ നോക്കി, മാതാപിതാക്കൾക്ക് സപ്പോർട്ടായിരുന്നു. 2 സഹോദരിമാരുണ്ട്, അവരുടെ വിവാഹം കഴിഞ്ഞു. ഒരു സഹോദരനുണ്ട്, അവൻ ഓക്കെ ആയി, ജോലിയൊക്കെ ആയി നിൽക്കുന്നു. പക്ഷേ പുള്ളിക്കാരിക്ക് വേണ്ടി മുൻപോട്ട് ഇറങ്ങുവാൻ ആരുമില്ല. സാഹചര്യമായിരിക്കാം. അത് ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഈ നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വാങ്ങാൻ നിൽക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുന്നവരായി മാത്രമേ നമ്മളെ കാണുവാൻ കഴിയത്തുള്ളൂ. എന്താ കറവ പശു വന്നു? ആമേൻ. ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലായതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ സങ്കടത ഞാൻ പറയും, സിസ്റ്ററെ, ഈ പറയുന്ന ഫിലോസഫിയും തത്വചിന്തയൊന്നും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കില്ലേ, കർത്താവ് പ്രവർത്തിക്കും. പുള്ളിക്കാരി ഉപവാസമൊക്കെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാ മാസങ്ങളിലും. വിദേശത്താണെങ്കിലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ നടക്കും പാസ്റ്ററെ? അതൊക്കെ നടക്കും. പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾ എവിടെയായിരുന്നാലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി, കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ആ സഹോദരി ഉപവസിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ സഹോദരി ഇങ്ങനെ കുറേ ഫിലോസഫികളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വചനത്തിലൂടെ സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ആ അധ്യായം എടുത്തൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സിസ്റ്ററോട് ദൈവാത്മാവ് ആ അധ്യായത്തിലൂടെ സംസാരിച്ചാൽ ഒന്ന് മെസ്സേജ് ചെയ്തേക്ക്. എന്നിട്ട് ഞാൻ ഫോൺ വെച്ചു. ആ സഹോദരി പോയി. കുറച്ച് കഴിഞ്ഞ് ആ സഹോദരി വാട്സപ്പിൽ വിളിക്കുന്നു, വീണ്ടും സംസാരിക്കുന്നു. പാസ്റ്ററെ, എൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ സഹോദരിയുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു ദൈവവചനത്തിലൂടെ. നോക്കൂ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവളുടെ ആവലാതി അതാണ്. നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇല്ലായിരുന്നു, മരിച്ചുപോയി എന്ന് വെച്ചാൽ സമയം കഴിഞ്ഞു പോയി. മനസ്സിലായില്ലേ? എൻ്റെ സഹോദരൻ ജീവിക്കുമായിരുന്ന ആ സമയം കഴിഞ്ഞു പോയി. എൻ്റെ നല്ല സമയം കഴിഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിലെ നല്ല മൊമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു പോയി. സുന്ദര സ്വപ്നങ്ങൾ കണ്ട് ഞാൻ നടന്ന ആ സമയം എല്ലാം കഴിഞ്ഞു പോയി. സമയം കഴിഞ്ഞു പോയി. ഇനി എനിക്ക് പ്രതീക്ഷയില്ല. ഇനി എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല. ആമേൻ. അപ്പോൾ യേശു അവളോട് പറയുന്നൊരു കാര്യമാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വവും കാണും. റെഡിയാണോ? ഞാനതാ പ്രാരംഭമായിട്ട് ചോദിച്ചത്. വിശ്വസിക്കുവാൻ റെഡിയാണോ? നിൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. ആ സഹോദരി പറഞ്ഞു, പാസ്റ്റർ, എനിക്ക് വിശ്വാസമാണ്, എൻ്റെ സമയം കഴിഞ്ഞു പോയിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും മക്കളെ നൽകി കർത്താവ് സഹോദരിയെ മാനിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, മോളെ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. നിൻ്റെ പ്രായം, ആമേൻ, അത് കലണ്ടറിൽ നോക്കി തീരുമാനിക്കുന്നതല്ല. എൻ്റെ ദൈവത്തിൻ്റെ സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാവി നിനക്ക് വേണ്ടി ഒരുങ്ങപ്പെടുവാൻ പോകുക. മാതാവേ, പിതാവേ, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഭാവി. സമയം കഴിഞ്ഞു പോയിട്ടില്ല. സമയം കഴിഞ്ഞു പോയിട്ടില്ല. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അയ്യോ പാസ്റ്റർ, പഠിക്കുവാനുള്ള സമയം കഴിഞ്ഞു പോയി. അവൻ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. നോ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ആ ഡിഗ്രിക്കാരനെന്ന ലേബൽ, ആ പേരിന് മുൻപിൽ, നിൻ്റെ പേരിന് മുമ്പിൽ ആ ഡിഗ്രി ഉണ്ടാകണമെന്നുള്ളത് സ്വർഗത്തിലെ തീരുമാനമാണ്. ഈ ദിവസങ്ങളിൽ വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ അത് നടപ്പിലാകുവാൻ പോകുകയാണ്. മാതാവേ, കേൾക്ക്, വിശ്വസിക്കുന്ന നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ അത് നടപ്പിലാകുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നോ,
സമയം കഴിഞ്ഞു പോയിട്ടില്ല, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഇനിയൊക്കെ നടക്കും. നീ വീട് വയ്ക്കും, നിൻ്റെ സ്വന്തം ഭവനത്തിൽ പാർക്കും, മനോഹരമായ ഭവനമെന്ന വാഗ്ദത്തം നിറവേറും. സമയം കടന്നു പോയിട്ടില്ല. അന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചതാ, യേശു പ്രവർത്തിച്ചിരുന്നെങ്കിൽ അതിലും നല്ലത് തന്ന് നീ കാത്തിരുന്നത് ഏറ്റവും മനോഹരമായി, ഏറ്റവും അനുഗ്രഹമായത് പ്രാപിക്കുവാൻ കാരണമായെന്ന് പറയും വിധത്തിൽ, ശ്രേഷ്ഠമേറിയത് ദൈവത്താൽ പ്രാപിക്കുവാൻ കാരണമായെന്ന് പറയും വിധത്തിൽ ദൈവം നിനക്ക് തരുവാൻ പോകുന്നു. സമയം കഴിഞ്ഞു പോയിട്ടില്ല. നോക്കൂ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. സഹോദരിമാർക്ക് സമയം കഴിഞ്ഞു പോയി, പക്ഷേ യേശുവിന് സമയം കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് എന്തു സംഭവിച്ചു? ലാസർ എന്ന് പറയുന്ന ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരുത്തൻ യേശുവിനൊപ്പം പന്തിക്കിരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 10:12 വാക്യങ്ങളിൽ യേശുവിനൊപ്പം നിൻ്റെ പേര് ചേർക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. സമയം കഴിഞ്ഞു പോയിട്ടില്ല. നീ ആ രാജ്യത്ത് എത്തും സഹോദരി, ആ രാജ്യത്ത് നീ എത്തും. സമയം കഴിഞ്ഞു പോയിട്ടില്ല. നീ അവിടെ നന്മ പ്രാപിക്കും. ആ തൊഴിൽ നീ ചെയ്യും. ആമേൻ. പാസ്റ്റർ, ഏജ് ഓവറാകുന്നു, ലിസ്റ്റ് നോ. സ്തോത്രം. നിയമങ്ങൾ മാറും, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം മാറത്തില്ല. ഞാൻ ആവർത്തിച്ച് പറയട്ടെ സഹോദരി, അവിടെ നീ കരയുക, ഒറ്റയ്ക്ക് നീ കരയുക. കേൾക്ക്, നിയമങ്ങൾ മാറും, നിയമങ്ങൾക്ക് മാറ്റമുണ്ടാകും, പക്ഷേ ദൈവം നിന്നോട് പറഞ്ഞ വാക്കിന് മാറ്റം ഉണ്ടാകത്തില്ല. സമയം കഴിഞ്ഞു പോയാലും ദൈവം ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ വരും. ആമേൻ. ഈ സംഭവം അറിയാമല്ലോ, ലാസർ പനി പിടിച്ച് കിടക്കുക. അപ്പോൾ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് യേശു വന്നാൽ സുഖമാക്കാൻ പറ്റും. യേശു അന്ന് നല്ല വൈദ്യനാണ്. ഇന്നും എനിക്കും നിങ്ങൾക്കും രോഗികളായി ഭാരപ്പെട്ട് ഈ ശബ്ദം കേൾക്കുന്നവരുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, കർത്താവ് സൗഖ്യമാക്കുക. ആമേൻ. അത് പോസിബിളായിരുന്നു 4 ദിവസത്തിന് മുമ്പ്. ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു, നാറ്റം വെച്ചു, ഒരു സാധ്യതയുമില്ല. സമയം കഴിഞ്ഞു പോയി, 4 ദിവസം കഴിഞ്ഞു പോയി. അവർ പറയുന്നുണ്ട് ചില വർഷങ്ങൾ കഴിഞ്ഞു. അന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ പറ്റുമായിരുന്നു. എൻ്റെ ഭർത്താവിനൊപ്പം, എൻ്റെ ഭാര്യയ്ക്കൊപ്പം. നോ, സമയം കഴിഞ്ഞിട്ടില്ല സഹോദരി, സമയം കഴിഞ്ഞിട്ടില്ല. നീ നിൻ്റെ ഭർത്താവിനൊപ്പം ജീവിക്കും, നീ നിൻ്റെ ഭാര്യയ്ക്കൊപ്പം ജീവിക്കും, നിങ്ങൾ കുടുംബമായി സന്തോഷത്തോടെ ജീവിക്കും. സമയം കഴിഞ്ഞു പോയിട്ടില്ല. നിൻ്റെ മകൾ അവളുടെ ഭർത്താവിനൊപ്പം ജീവിക്കും, നീ അത് കാണും. സമയം കഴിഞ്ഞു പോയിട്ടില്ല. ഡോക്ടർമാർ പറയുന്നുണ്ട് നിങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തുടക്കത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്ത് തലമുറ. ഇപ്പോൾ സമയം കഴിഞ്ഞു പോയി. മാർത്ത പറയുന്ന വാക്കിന്ന് ലോകം ആവർത്തിച്ചു കൊണ്ടിരിക്കുക, സമയം കഴിഞ്ഞു പോയി. നോ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. സമയം കഴിഞ്ഞു പോയിട്ടില്ല. നിനക്കൊരു ഉദരഫലത്തെ തന്ന് നിന്നെ എൻ്റെ ദൈവം അനുഗ്രഹിക്കുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ് പ്രിയ സഹോദരി. ഒരമ്മയായി നീ മാറുവാൻ പോകുക. യെസ്. പ്രാർത്ഥിക്ക്. കർത്താവ് തൊടുകയാണ് യേശുവിൻ നാമത്തിൽ. ആമേൻ. ലോകത്തിനാണ് സമയം കഴിഞ്ഞു പോയത്. ആമേൻ. ലോകത്തിന് സമയം കഴിഞ്ഞു പോകത്തുള്ളൂ. ആരംഭത്തിങ്കൽ തന്നെ നിൻ്റെ അവസാനത്തെയും അറിയുന്ന കർത്താവ്, സകലത്തെയും അറിയുന്ന കർത്താവ്, അബ്രഹാമിൻ്റെ കല്ലുകളിൽ നിന്ന് തലമുറകളെ ഉൽപ്പാദിപ്പിച്ച് നൽകുവാൻ കഴിവുള്ള കർത്താവ്, സാറയുടെ നിർജീവമായ ഗർഭപാത്രത്തിൽ ജീവൻ്റെ തുടുപ്പുകളെ നൽകുവാൻ കഴിവുള്ള കർത്താവ് നിന്നെ സന്ദർശിക്കുക. എനിക്കറിയത്തില്ല സഹോദരി, കർത്താവ് നിന്നോട് ഇടപെടുക. ഷബറിധലമാഷ്യകനെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. സമയം കഴിഞ്ഞു പോയിട്ടില്ല. അതെ, നിൻ്റെ ലൈഫ് മാറുന്ന, നിൻ്റെ ലൈഫ് ചേഞ്ച് ആകുന്ന സമയം ഇനി വരുവാൻ പോകുക. ശുശ്രൂഷക, നീ കർത്താവിന് വേണ്ടി ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന സമയം ഇനിയാണ് വരുവാൻ പോകുന്നത്. നീ അറിയപ്പെടുന്ന സമയം ഇനിയാണ് വരുവാൻ പോകുന്നത്. ബിസിനസ് ചെയ്യുന്ന സഹോദര കേൾക്ക്, നിൻ്റെ ഏറ്റവും നല്ല സമയം ഇനി വരുവാൻ പോകുന്നു. ആ ദേശത്തിൽ നിൻ്റെ പേരുയരുന്ന, ആ പട്ടണം നിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ സമയം വരുവാൻ പോകുന്നു. സിസ്റ്റർ, ആ കുടുംബത്തിൽ നീ അറിയപ്പെടുന്ന ആ സമയം വരുവാൻ പോകുന്നു. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? ആ സഹോദരിയെ പോലെ, മാർത്ത മറിയമാരെ പോലെ യേശുവിൻ്റെ കാൽക്കലിരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ അവസരമുണ്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. സമയം കഴിഞ്ഞു പോയിട്ടില്ല. വിവാഹം നടക്കും, ഉദരഫലം ഉണ്ടാകും, ജോലി കിട്ടും, നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കും, ഭവനം പണിയും, ആ രാജ്യത്ത് നീ എത്തിച്ചേരും. ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് അത് പ്രാപിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്കതിന് കഴിയും. അതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും മാർത്ത മറിയമാർ യേശുവിൻ്റെ കാൽ കീഴിലിരുന്നത് പോലെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനുള്ള അവസരമുണ്ട്. രാവിലെ ശുഭയാത്ര യേശുവിലൂടെ യേശുവെങ്കിലേക്ക് എന്ന പ്രതിദിന വചന പരമ്പരയിൽ ലൈവാണ് കേട്ടോ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് കഴിയും. വളരെ ബ്ലെസ്സിങ് ആയിട്ട്
ശുശ്രൂഷ മുൻപോട്ട് പോകുന്നു. അതുപോലെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയുമുണ്ട്. ലൈവായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ജോയിൻ ചെയ്ത് കമൻറ്റ് ചെയ്തോ, അല്ലെങ്കിൽ കടന്നു വന്നോ. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ആരാധനയും ദൈവിക വിടുതലും നിങ്ങൾ അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഗതം എന്ന കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമയം കഴിഞ്ഞു പോയി, നിൻ്റെ ജീവിതത്തിലെ നല്ല സമയം കഴിഞ്ഞു പോയി, പ്രാപിക്കേണ്ട നല്ല സമയം കഴിഞ്ഞു പോയി. ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നല്ലത്, ഏറ്റവും നല്ലത് ഇതാ ഞാൻ പ്രാപിച്ചിരിക്കുന്നു എൻ്റെ ദൈവത്താൽ എന്ന് പറയും വിധത്തിൽ സ്വർഗ്ഗമങ്ങ് മാനിക്കണമേ. ആ രാജ്യത്തും ഒത്തിരി നാളുകളായി കഷ്ടപ്പെട്ടിട്ട് ലഭിക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട ജോലി ലഭിക്കട്ടെ. ആ രാജ്യം ഇവർക്ക് അനുഗ്രഹത്തിൻ്റെതായി മാറട്ടെ, വാക്തത്വ നിവൃത്തിയുടേതായി മാറട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ കാത്തിരിപ്പ് പൂർത്തീകരിക്കും വിധത്തിൽ വിസ വരട്ടെ, സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, PR ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. ആ രാജ്യത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പല പല മത്സര പരീക്ഷകൾ എഴുതി ഒരു ഉയർച്ച പ്രാപിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ IELTS, പ്രോമെട്രി, MOH, സ്വർഗ്ഗമങ്ങ് പ്രവർത്തിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക, റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാകട്ടെ. എല്ലാ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ, ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. മരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന അവസ്ഥ മാറട്ടെ. തലമുറകൾ അവരുടെ ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ശൂന്യമായ കരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് നിറയ്ക്കണമേ. എഡ്യൂക്കേഷൻ ലോണുകൾക്ക് വേണ്ടി കയറി ഇറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ. ലോണുകൾ പാസ്സാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഡിവോഴ്സുകൾ മാറട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ദീർഘനാളുകളായി പിരിഞ്ഞ് താമസിക്കുന്നവർ മടങ്ങി വരട്ടെ. സ്വർഗം കൂടിയിരിക്കണമേ. ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. അറിയിക്കുക മാത്രമല്ല, നിങ്ങളും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പ്രാപിക്കേണ്ടത് പ്രാപിക്കാം. എന്നാൽ നാളെ രാവിലെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ യാതൊരു പ്രിയർ. ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.